ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് കോസ് ഓഫ് എക്സ് റേസ്ഡ് 4. വേറെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ റൂട്ടിൻ്റെയും ഓൾ സ്ക്വയർ ഓൾ ക്യൂബൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യണതെന്ന് നമുക്കറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫംഗ്ഷനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരുമ്പോൾ ആ ഉള്ളിലുള്ള ഫംഗ്ഷന് ടി കൊടുക്കണം. ഇനി ആ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇവിടെ കോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ എക്സ് റേസ്ഡ് 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരുമ്പോൾ ആ ഉള്ളിലുള്ള എക്സ്പ്രഷന് ടി കൊടുക്കണം. അപ്പം അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ കോസിനുള്ളിൽ എക്സ് റേസ്ഡ് 4 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഉള്ളിലുള്ള ആളായ എക്സ് റേസ്ഡ് 4ന് ടി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്താൽ എന്താ അഡ്വാൻറ്റേജ്? ഇത് കോസ് ടി എന്ന് വായിക്കാം അല്ലേ. കോസ് ടി ആവുമ്പോൾ ഇൻ്റഗ്രേഷൻ എളുപ്പമായല്ലോ. അപ്പോൾ നമ്മൾ ഡി ടി ബൈ ഡി എക്സ് എഴുതാൻ പോവാണ്. എക്സ് റേസ്ഡ് 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് അല്ലേ. നമ്മളിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x ക്യൂബ് ഡി എക്സ് ഈക്വൽ ഡി ടി എന്നാവും. ഈ 4നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു 1/4 ഡി ടി എന്നായി മാറും. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ ഓഫ്, നമുക്ക് ഇത് ആദ്യം എഴുതിയാലോ. ഇത് കോസ് ടി എന്നല്ലേ വരുന്നത്, അത് കോസ് ടി ആയി. ഇനി എഴുതാൻ ബാക്കിയുള്ളത് എക്സ് ക്യൂബ് ഡി എക്സ് ആണ്. എക്സ് ക്യൂബ് ഡി എക്സ് എന്നുള്ളത് 1/4 ഡി ടി ആണ്. 1/4 പുറത്തിടാം അല്ലേ. 1/4 ഡി ടി ആവും. 1/4 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ അല്ലേ, ഓർമ്മയുണ്ടല്ലോ സ്റ്റാൻഡേർഡ് റിസൾട്ട്. കോസ് ടിയുടെ ഇൻ്റഗ്രൽ സൈൻ ടി ആണ് പ്ലസ് സി. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു സൈൻ ടി എന്തായിരുന്നു, ടി എക്സ് റേസ്ഡ് 4 ആയിരുന്നു. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ.